ഹലോ, നമുക്കിന്നൊരു പാനിപ്പൂരി ഉണ്ടാക്കിയാലോ? നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനൊരു പാക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പാനിപ്പൂരി ഉണ്ടാക്കിയുള്ള പൂരിയും അല്ല ഫില്ലായുള്ള 2 ടൈപ്പുള്ള മസാല ഉണ്ടെന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് പൊട്ടിച്ച് നോക്കി. അപ്പോൾ ഞാൻ അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പൊട്ടറ്റയും ഒണിയനും സ്മാഷ് ചെയ്ത് പൊട്ടറ്റോ വേവിച്ചിട്ടും ഒണിയൻ അരിഞ്ഞതും സ്മാഷ് ചെയ്തു. അതിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചു. പിന്നെ അതിൽ കിട്ടിയ 2 ടൈപ്പ് മസാല ഉണ്ടായിരുന്നു. ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചു. ഒന്ന് പുളിയുടെയും ഒന്ന് മല്ലിയില അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള 2 ചട്നികളാണ് അതിൽ ഫില്ല് ചെയ്യാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ അഡീഷണൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തത്. ഞാൻ വേറെ അഡീഷണൽ ഒന്നും ആഡ് ചെയ്തില്ല. അതിന് ശേഷം നമുക്ക് കിട്ടിയ പൂരീസ് വറുത്തെടുക്കണം. ആദ്യം ട്രയലായിട്ട് ഞാൻ ഒരെണ്ണം നോക്കി എങ്ങനെയാണ് ഇത് വരുന്നതെന്നറിയാൻ. അപ്പോൾ നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള നമ്മളെ പാനിപ്പൂരി ഫില്ല് ചെയ്യാനുള്ള പൂരി നമുക്ക് കിട്ടും. അതിന് ശേഷം ഞാൻ എല്ലാം ആവശ്യത്തിനുള്ള ഇതൊക്കെ വറുത്തെടുത്തു. പിന്നീട് നമ്മളുടെ ഉരുളൻകിഴങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടെന്നുള്ളത് എടുത്തതിൽ ഫില്ല് ചെയ്തു. ഇതൊരു ട്രയൽ അടിച്ച് നോക്കിയതാണ്. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിലെ പാനിപ്പൂരി പരീക്ഷിക്കുന്നത്. കുഴപ്പമില്ല, വലിയ ഇതൊന്നുമല്ല. എന്നാലും നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാമല്ലോ. അത് തന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണിത്. അതാ വറുത്തെടുത്ത പൂരിയൊക്കെ അങ്ങനെ പൊട്ടിച്ചുള്ളിക്കിട്ട് അതിൽ നമ്മൾ മസാല ഫില്ല് ചെയ്ത് 2 ടൈപ്പ് ചട്നിയും ഒഴിച്ചിട്ടാട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. എനിക്കറിയില്ലായിരുന്നു ആദ്യമൊക്കെ മക്കൾക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുമെന്നുള്ളത്. പുറത്ത് പോയപ്പോൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതും തന്നെ. അപ്പോൾ ഞാൻ മോന് കൊടുത്തു നോക്കി, അവനിഷ്ടമായി. അതുപോലെ മോൾക്കും കൊടുത്തു, അവൾക്കും ഇഷ്ടമായി. കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്തൊരു പാക്ക് തന്നെയാണ് കേട്ടോ ഇത്.